നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസറായി വഴിയൊരുക്കിയത് തന്ത്രിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. മന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് എന്തായെന്ന് സണ്ണി ജോസഫ്. മന്ത്രിയുടെ അഭിമുഖമാണോ SIT എടുത്തതെന്നും പരിഹാസം. SITക്ക് മേൽ സമ്മർദ്ദമുണ്ടായിട്ടില്ല എന്ന് DGP റവാഡ ചന്ദ്രശേഖർ. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രത്യേകം പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് മന്ത്രി VN വാസവൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിനായി കേസ് രജിസ്റ്റർ ചെയ്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ക്രൈംബ്രാഞ്ച് FIRലുള്ള മുഴുവൻ പേരും പ്രതികളാകും. അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. കണക്ക് ഹാജരാക്കാനുള്ള നിർദ്ദേശം പാലിക്കാത്തതിന് രൂക്ഷ വിമർശനം. നടൻ വിജയ്ക്ക് തിരിച്ചടി. ജനനായകൻ സിനിമയുടെ റിലീസ് വൈകും. റിലീസിന് അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ. കേസ് പൊങ്കൽ അവധിക്ക് ശേഷം പരിഗണിക്കും. നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിലേക്ക്. ഇന്ത്യ-US വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാത്തതിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈഗോ. വെളിപ്പെടുത്തലുമായി US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. കരാർ നടപ്പാക്കാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ വിളിക്കാത്തത് കൊണ്ടെന്ന് ലുട്നിക്. കരാറിൽ ഒപ്പിടാൻ മോദി നേരിട്ട് വിളിക്കണമെന്ന് ട്രംപ് ആഗ്രഹിച്ചിരുന്നതായും പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ വാണിജ്യ സെക്രട്ടറി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൌത്യം വെട്ടിച്ചുരുക്കാൻ നാസ. തീരുമാനം ക്രൂ അംഗത്തിന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന്. യാത്രികരെ തിരികെ എത്തിക്കുന്നത് നിശ്ചയിച്ചതിലും 1 മാസം മുൻപ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇത്തരമൊരു പ്രതിസന്ധി ആദ്യം. വനിതാ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരം മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. മത്സരം രാത്രി 7:30 മുതൽ നവി മുംബൈ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിൽ. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് ശേഷം തന്ത്രിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസറായി വഴിയൊരുക്കിയത് തന്ത്രി എന്ന പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ തന്ത്രപരമായൊരു നീക്കത്തിന് ശേഷമാണിപ്പോൾ തന്ത്രി അറസ്റ്റിലായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി നിർണായക തീരുമാനങ്ങൾ എടുക്കാനായി ഈ തന്ത്രിയുമായി കൂടിക്കാഴ്ച പലവട്ടം നടത്തിയിരുന്നു എന്നുള്ളതൊക്കെയാണ് SIT വെളിപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്ര കണ്ട് ശക്തനാക്കിയത് തന്ത്രിയാണെന്നുള്ള ആരോപണം വരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും തന്ത്രി കുടുങ്ങുകയല്ലേ? തീർച്ചയായും ഒരിക്കലും പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളും അന്വേഷണവും ഒക്കെ എത്തി നിൽക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരിൽ നിന്നത്തോടെ, അതായത് ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ശബരിമല ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിൽ നിന്ന് തുടങ്ങി ഓരോരുത്തരായി അറസ്റ്റ് ചെയ്യുന്നു, ഓരോരുത്തരെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നു, ഓരോരു ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരിലെത്തുന്നു. അതായത് ജീവനക്കാരും ഉദ്യോഗസ്ഥർക്കും ശേഷം ഭരണസമിതിയിലേക്ക് എത്തുന്നു. ഭരണസമിതിക്ക് ശേഷമാണ് ഈ സർക്കാരിൽ പോലും വകുപ്പ് മന്ത്രിമാർക്ക് ആ സമയത്തുള്ള ഓരോ വകുപ്പ് മന്ത്രിമാർക്കും ബന്ധമുണ്ടോ എന്ന രീതിയിൽ സംശയം ഉയരുന്നു. കടകംപള്ളി സുരേന്ദ്രനിലേക്കും സംശയത്തിന് നിലനിന്നിരുന്നത് ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നൊക്കെ അറിയിക്കുന്നു. അങ്ങനെ ഒരു പരിധിവരെ ഇത് ജീവനക്കാരുടെ അതിൽ നിന്ന് ഭരണസമിതി അംഗം, അതിനപ്പുറത്തേക്ക് സർക്കാർ, രാഷ്ട്രീയ ഇടപെടലുകൾക്കപ്പുറത്തേക്ക് ആരും പ്രതീക്ഷിക്കുന്നില്ല ഒരു തന്ത്രി കുടുംബത്തിൽ നിന്ന് തന്ത്രി തന്നെ ഇതിൽ ബന്ധമുണ്ടാകുന്നുള്ള. തന്ത്രിയാണ് ഇതിനൊക്കെ ഒത്താശ. തന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ രീതിയിൽ ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള നടന്നു എന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അന്വേഷണം എത്തുന്നു. വളരെ തന്ത്രപൂർവ്വം അന്വേഷണ സംഘം തന്ത്രിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും തന്ത്രിയെ സംശയിക്കുന്നോ അല്ലെങ്കിൽ തന്ത്രിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള ഒരു സാഹചര്യമോ അന്വേഷണ സംഘം ബോധപൂർവ്വം ഒഴിവാക്കിയിരുന്നു. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുൻകൂർ ജാമ്യം എടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്നൊക്കെ ഒഴിവായി മാറി നിൽക്കുകയോ ചെയ്യാനുള്ള സാഹചര്യം. കാരണം പലരും ഇതുപോലെയായിരുന്നു. അസുഖവും ഈ അന്വേഷണ ഘട്ടത്തിലൊക്കെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ച പല ഉദ്യോഗസ്ഥരുടെയും കഥ നമുക്കറിയാം. ജയശ്രീയൊക്കെ സുപ്രീം കോടതി വരെ പോയി നിന്നാണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും മറച്ചു നിന്നൊക്കെയുള്ള ഹർജി, മുൻകൂർ ജാമ്യ ഹർജികളൊക്കെ നേടിയതും. അങ്ങനെ നിയമ പോരാട്ടമൊക്കെ നടത്തി മാറി നിൽക്കുന്ന SITയിൽ നിന്ന് ഓരോ ഉദ്യോഗസ്ഥരും അതേ സമീപനം തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്നൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ബോധപൂർവ്വ ഒരു നീക്കം SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഹൈക്കോടതി പോലും ഒരു വേളയിൽ ഒരു ഘട്ടത്തിൽ അതിനോടൊപ്പം നിന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഹൈക്കോടതിയിൽ ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായി
തന്ത്രി രാജീവ് കണ്ഠരർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട സഹായം നൽകിയിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അതിന്റെ ഒരു പരാമർശമോ ഒന്നും തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതേസമയം വിജിലൻസ് കോടതിയിൽ ഏറ്റവും ഒടുവിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഏറ്റവും ഒടുവിൽ ഈ പത്മകുമാരി ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് SIT നൽകിയ ഹർജിയിൽ ഒരിടത്തും ബോധപൂർവ്വം കണ്ഠർ രാജീവരുടെ പേര് ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലും തന്ത്രിക്ക് യാതൊരു വിധമായ സംശയവും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമ്പോഴും സാക്ഷിമൊഴി രേഖപ്പെടുത്താനാണ് എന്ന് മാത്രമാണ് ആവർത്തിച്ച് പറഞ്ഞ് അങ്ങനെ ഒരു ഉറപ്പിലാണ് തന്ത്രി എത്തിയത്. കാരണം തന്ത്രിക്ക് അങ്ങനെ ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യത്തിലേക്ക് ശ്രമിച്ച് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ തന്ത്രപൂർവ്വ അന്വേഷണം നീങ്ങുന്നു. അതിന് ഏറ്റവും ഒടുവിൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടുന്നു. അങ്ങനെ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യുന്നൊടുവിൽ തന്ത്രി തന്നെ അറസ്റ്റിലാകുന്നു. തന്ത്രിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ചോദ്യം ചെയ്യൽ നടത്തിയത് അൺഫിൽഡ് പറഞ്ഞതുപോലെ ഒരു തരത്തിലും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാതിരിക്കാനായി കൃത്യമായ ഇടപെടൽ, പഴുതടച്ചൊരു അന്വേഷണം. ശരിക്കും പറഞ്ഞാൽ SIT ഈ മൊഴികൾ മുഖവിലക്കെടുക്കാതെ കൃത്യമായ അന്വേഷണം തന്ത്രിയെക്കുറിച്ച് നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുത്താലും SITയുടെ അന്വേഷണത്തിൽ ഒരു വീഴ്ച വന്നു എന്ന് പറയാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം SITക്കുണ്ട്. അത്തരത്തിലുള്ളൊരു അന്വേഷണം തന്നെയല്ലേ അവർ ഈ ഒരു കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? അതിൽ ഒരിക്കൽ പോലും നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കാരണം ആ രീതിയിലാണ് SITയുടെ അന്വേഷണം തുടങ്ങിയ നാൾ മുതൽ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന അറസ്റ്റ് വരെയും. കാരണം ഇത്രയും കാലം അറസ്റ്റ് ചെയ്ത ഈ നാൾ വഴികളിലൂടെയൊക്കെ ഇവർ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തികളുടെയൊക്കെ ഒരു പ്രൊഫൈൽ നമ്മുടെ മുന്നിലുള്ളതാണ്. എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് വൈകുന്നതിനെ പോലും പ്രതിഷേധം വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. ഒടുവിൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തു. എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും കരുതിയതാണ് SITയുടെ അന്വേഷണം ഏറെക്കുറെ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. അതിനുശേഷം എല്ലാവരും ഉറ്റുനോക്കിയത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമോ എന്നാണ്. ഒടുവിൽ അതും സംഭവിച്ചു. പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്തു. ഈ രണ്ട് പ്രമുഖരും, അതായത് ഒരാൾ മുൻ MLA ആണ്, മറ്റേയാൾ CPMലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി, CPMന്റെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ്. ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യില്ല എന്ന് കരുതിയതാൽ ആ അറസ്റ്റ് സംഭവിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ജാമ്യാപേക്ഷ ഓരോ ഘട്ടത്തിലും SIT വളരെ ശക്തമായി തന്നെ നഖശിഖാന്തം എതിർത്തുകൊണ്ടേ ഇരിക്കുകയാണ് ജാമ്യാപേക്ഷയെ. അങ്ങനെ ഇത്രയും നാളായിട്ടും ഈ രണ്ടുപേർക്കും ജാമ്യം പോലും കിട്ടിയില്ല. അപ്പോൾ കൃത്യമായ അന്വേഷണ ദിശയിലേക്കാണ് പോകുന്നത്. ചില ഘട്ടങ്ങളിൽ മാത്രം ഒരുപക്ഷെ ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എന്തുകൊണ്ട് നീളുന്നില്ല? മാത്രമല്ല ഈ CPM ആരോപിക്കുന്നത് പോലെ പ്രതിപക്ഷ നിരയിൽ ഇപ്പോൾ നിൽക്കുന്ന അടൂർ പ്രകാശ്, ആന്റണി അങ്ങനെയുള്ളവർക്കൊക്കെ സോണിയാഗാന്ധിയെ കണക്ട് ചെയ്ത് കൊടുത്തത് പോറ്റിയാണ്, അവരെ ചോദ്യം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടു ഈ അടൂർ പ്രകാശിനിലേക്കൊക്കെ ചോദ്യം ചെയ്യലെത്തുന്നു, വിളിപ്പിക്കുന്നു. ഈ രീതിയിലുള്ള ഊഹാപോഹങ്ങളും ചില അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ചില സംശയങ്ങൾ, രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ഉണ്ട് എന്ന ചില സംശയങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതുവരെയും അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയ ഓരോ വ്യക്തികളുടെയൊക്കെ പ്രൊഫൈൽ നോക്കുമ്പോൾ നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇവരിലേക്കൊക്കെ എത്തുമെന്ന്. ഏറ്റവും ഒടുവിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമോ, അദ്ദേഹത്തെ പിടിയിലാകുമോ എന്ന രീതിയിലായിരുന്നു രാഷ്ട്രീയ കേരളവും ഒക്കെ തന്നെ നോക്കിയിരുന്നത്. അപ്പോഴൊന്നും തന്നെ ഒരു ഘട്ടത്തിൽ പോലും ആരുടെയും ചിന്തയിലോ അല്ലെങ്കിൽ ആരുടെയൊക്കെ സംശയത്തിലോ ഉണ്ടായിരുന്നില്ല ഈ തന്ത്രി തന്നെ ഇതിൽ ബന്ധപ്പെട്ടു വന്നു. കാരണം തന്ത്രിയിലേക്ക് ഒരിക്കൽ പോലും എത്തരുത് അല്ലെങ്കിൽ എത്തില്ല എന്ന് തന്നെ അതൊരു വിശ്വാസ സമൂഹത്തെ മുഴുവനും വിശ്വാസ വഞ്ചന എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമുക്കറിയാം അയ്യപ്പൻ അവിടെ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഈ എല്ലാ പൂജാകർമ്മങ്ങളും പൂജാവിധികളും ഒക്കെ ചെയ്തിരുന്നത് ഈ തന്ത്രി കുടുംബവും തന്നെയാണ്. ഒരു ഘട്ടത്തിൽ VS പ്രശാന്ത് പോലും ചോദിച്ചതാണ് ഈ 2025 ഈ ഇതിൽ. തീർച്ചയായും മൻഫിൽഡ്, എന്തായാലും തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ നിർണായകമായൊരു നീക്കം തന്നെ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല തന്ത്രി കണ്ഠര രാജീവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസറായി വഴിയൊരുക്കിയത് തന്ത്രി എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് അൺഫിലിറ്റി സൂസ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. SIT is functioning totally free with the full freedom there, and it is functioning under the supervision of the
Honorable High Court of Kerala, and hence there is no pressure at all. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും ഇനിയും. Whatever evidence they collect, and that only can lead to pardon. SIT has been given the full free hand. They are doing investigation properly. Recently, they are submitting all their reports to the High Court. High Court is satisfied. Whatever under the Supreme. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. മന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് എന്താ എന്ന് ചോദിച്ച അദ്ദേഹം മന്ത്രിയുടെ അഭിമുഖമാണോ SIT എടുത്തതെന്നും പരിഹസിച്ചു. യാഥാർത്ഥ്യം അറിയാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയില് മന്ത്രിയെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അന്വേഷണത്തിന്റെ ഒരു പുരോഗതിയാണ്. എന്നാൽ മന്ത്രിയെ ചോദ്യം ചെയ്ത് എവിടെയായി എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. മന്ത്രി പറഞ്ഞത് എനിക്ക് പറയാനുള്ള കാര്യം അവർ കേട്ടു എന്നാണ്. ഞങ്ങളെ ചോദ്യം മന്ത്രിയുടെ അഭിമുഖം രേഖപ്പെടുത്തുകയായിരുന്നു. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അഭിമുഖമാണോ അന്വേഷണ ഏജൻസികൾ രേഖപ്പെടുത്തിയത്? അതല്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്ത എന്തടിസ്ഥാനത്തിലാണ്, അതിന്റെ ഫലം എന്ത് എന്നറിയാൻ ശബരിമല വിശ്വാസികൾക്ക് താല്പര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാൻ അവകാശമുണ്ട്. അത് വെളിപ്പെടുത്തണം. തന്ത്രി അറസ്റ്റ് ചെയ്തതിൽ പ്രത്യേകം പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് മന്ത്രി VN വാസവൻ. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് കോടതിയെ തന്നെ വ്യക്തമാക്കിയതാണ്. ഓരോ ഘട്ടത്തിലും പ്രത്യേകമായി അഭിപ്രായം പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം നടക്കട്ടെ. നമ്മളതിനകത്ത് എല്ലാ ഘട്ടങ്ങളിലും പ്രതികരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ട് നടക്കുന്ന കാര്യമാണ്. അതിനിടയ്ക്ക് ഓരോ ദിവസം നടക്കുമ്പോൾ എല്ലാം പ്രതികരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ നമ്മൾ കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയല്ലോ. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായി എന്തെങ്കിലും വന്നെങ്കിൽ അപ്പോൾ പറയാം. അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണമല്ല എന്ത് നഷ്ടപ്പെട്ടാലും സങ്കടം തന്നെയാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. ഇപ്രാവശ്യത്തെ തന്ത്രി കണ്ഠരര് രാജീവരല്ലെന്നും മകനാണ് ചുമതലയെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്രാവശ്യത്തെ തന്ത്രി അദ്ദേഹമല്ല, ഇപ്രാവശ്യം മറ്റൊരാളാണല്ലോ തന്ത്രി, മോഹനന്റെ മകൻ. അതായത് എത്ര വലിയവരാണെങ്കിലും സംരക്ഷിക്കപ്പെടില്ല എന്ന സന്ദേശം അവനവൻ അർഹതപ്പെട്ട കാര്യങ്ങളേ പറയാവുള്ളൂ. ഞാനൊന്നും ഇത്ര കോടിക്കണക്കിന് വിശ്വാസികൾ വളരെ ആരാധനയോടെ കാണുന്ന ആളാണ്. അത്തരം ഒരാൾ അയ്യപ്പന്റെ സ്വന്തം കട്ടുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും പറഞ്ഞ് വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദമില്ല, ഭക്തർക്ക് സ്വാഭാവിക ഒരു ആശങ്ക കാണില്ല. ഇത്രയധികം വിശ്വാസത്തിൽ നമുക്കറിയാം. ശബരിമല പോയി കഴിഞ്ഞാൽ അയ്യപ്പനെ തോന്നിട്ട് ആളുകൾ പോയി കാലിൽ വീഴുന്നത് തന്ത്രിയുടെയാണ്. സ്വർണം പോയിട്ട് അവിടുന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അയ്യപ്പന്മാർക്ക് ദുഃഖം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്ര ആൾ കൂടിയത്. നല്ല വിഷമമുണ്ട്. അത് കൂടുതൽ ഈ അറസ്റ്റിനെ പറ്റിയും കേസിനെ പറ്റിയൊന്നും പറയുന്നത് നിയമപരമായി സാധൂകരിക്കത്തക്കതല്ല കേട്ടോ. ഞാൻ പറയും, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വമ്പൻ സ്രാവുകൾ ഇനിയും പിടിക്കപ്പെടേണ്ടതുണ്ട് എന്ന രമേശ് ചെന്നിത്തല. കൈകൾ ശുദ്ധമാണെന്ന് CPM പറയുന്നു. എന്നാൽ ജയിലിൽ കിടക്കുന്നത് 3 CPM നേതാക്കളാണ്. ആരും നിയമത്തിന് അതീതരല്ല എന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഈ കേസുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻ്റെ സ്വർണം കടത്തിയവരാരാണെങ്കിലും അവരുടെ പേരിൽ നിയമപരമായ നടപടി ഉണ്ടാകണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ആരും നിയമത്തിന് അതീതരല്ല. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പ്രതികരിക്കാൻ നിവർത്തിയില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനിയും ഇതിനേക്കാൾ വലിയ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കവർന്നവരാരാണെങ്കിലും അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. കണക്ക് ഹാജരാക്കാനുള്ള നിർദ്ദേശം പാലിക്കാതെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പാലിക്കാത്തതിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ശരിയാണ്. രാജേഷ്, വിവരങ്ങൾ. ശ്രീജ, അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അതായത്
ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പാലിക്കുന്ന ആളുകൾ ഈ അയ്യപ്പ സംഘം നടത്തുന്നതിനെതിരെ ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്നിരുന്നു. ഈ ഹർജിയിൽ ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചിരുന്നു സർക്കാരിനോട്. ഈ അയ്യപ്പ സംഘം സർക്കാരോട് മാത്രമല്ല ദേവസ്വം ബോർഡോട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡോട്, ഈ അയ്യപ്പ സംഘം നിങ്ങൾ എങ്ങനെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ആ അയ്യപ്പ സംഘം നടത്തുന്നത് സ്പോൺസർഷിപ്പിലൂടെയാണ് എന്നാണ് ആ സമയത്ത് ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചിരുന്നത്. ഇതിന്റെ വ്യക്തമായ കണക്ക് വേണം. കാരണം ഒരു ദേവസ്വം ബെഞ്ചുണ്ട്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും കൊച്ചി ദേവസ്വം ബോർഡിന്റെയും കാര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയിലുണ്ട്. ഈ ദേവസ്വം ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഇത് നടത്തുന്നത്, ഏത് തരത്തിലാണ് പൈസ അല്ലെങ്കിൽ പണം, അത് ദേവസ്വം ബോർഡിന്റെ പൈസ ഉപയോഗിച്ച് നടത്താൻ പാടില്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി പോലെയാണ് ഇത് നടത്തിയിരുന്നത്. ഇത് വ്യക്തമായിട്ട് കോടതി പറഞ്ഞിരുന്നു. ആ സമയത്ത് എല്ലാ കണക്കും സ്പോൺസർഷിപ്പാണ്, സുതാര്യമാണ്, ദേവസ്വം ബോർഡിന്റെ പൈസ ഉപയോഗിക്കുന്നില്ല എന്നാണ് ദേവസ്വം ബോർഡും സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. അതിനുശേഷം ഈ അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷം ഇതിന്റെ കണക്ക് എത്ര രൂപ ചെലവാക്കി, അത് എവിടുന്നൊക്കെ ചെലവാക്കി എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം ദേവസ്വം ബോർഡിന്റെ മുകളിലുണ്ട്. പക്ഷെ ദേവസ്വം ബോർഡ് ഇതുവരെ ഇതിന്റെ വ്യക്തമായ കണക്ക് കൊടുക്കുന്നില്ല. ഇതാണ് ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉണ്ടാക്കി. 1 മാസത്തിനുള്ളിൽ കണക്ക് തന്നില്ലെങ്കിൽ വിവരമറിയും എന്ന് തന്നെ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിവരമറിയും എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. 1 മാസത്തിൽ കണക്ക് തന്നില്ലെങ്കിൽ കർശനമായ നടപടിയിലേക്ക് പോകുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് തന്നെ ഈ സ്വർണ്ണപ്പാളി കേസ് ഹൈക്കോടതിയിൽ വരുന്നത് രണ്ട് വിഷയമാണ്. പക്ഷേ അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പനെ പറ്റിക്കാൻ നോക്കിയപ്പോൾ അയ്യപ്പൻ കൊടുത്ത ഒരു വലിയൊരു ശിക്ഷയായിരിക്കും ഒരുപക്ഷെ ഈ സ്വർണ്ണപ്പാളി കേസ്. അത് വേറെ സംഭവമാണ്. ഈ അയ്യപ്പ സംഘമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ ആ സമയത്ത് തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ഈ സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ അന്വേഷണം തുടങ്ങുകയും പ്രത്യേക അന്വേഷണത്തെ നിയോഗിക്കുകയും അതിന്റെ മേൽനോട്ടം വഹിക്കുകയും, കേരളം ഇതുവരെ കാണാത്തൊരു കാര്യമാണ്. ഹൈക്കോടതി നേരിട്ട് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മോണിറ്റർ ചെയ്യുന്ന ഒരു അവസ്ഥ. ഇത് ഇടതുപക്ഷ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. ഇവർക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിന് ഈ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഇത്രയും വലിയ നടപടികൾ നടത്തുന്നു? തീർച്ചയായും. എന്തായാലും അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അഡ്വക്കേറ്റ് രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിനായി കേസ് രജിസ്റ്റർ ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA നിയമപ്രകാരമാണ് ED ECIR രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ച് FIRലുള്ള മുഴുവൻ പേരെയും പ്രതികളാക്കിക്കൊണ്ടാണ് ED അന്വേഷണം നടക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ 8-ാം തീയതി ഡയറക്ടറേറ്റിൽ നിന്ന് EDയുടെ കൊച്ചി യൂണിറ്റിന് അനുമതി ലഭിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിലെ കള്ളപ്പണം വെളുപ്പിക്കലാണ് ED അന്വേഷിക്കുന്നത്. ഒറ്റ കേസായാണ് അന്വേഷണം. കൊല്ലം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം FIR, അനുബന്ധ രേഖകൾ, സാക്ഷിമൊഴികൾ എന്നിവ നേരത്തെ തന്നെ EDക്ക് കൈമാറിയിരുന്നു. നിലവിൽ SIT കേസിൽ പ്രതികളായവരെല്ലാവരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിലും പ്രതികളാകും. സ്വത്ത് മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ED താമസിയാതെ കടക്കും. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി കൊല്ലത്ത് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകാനാണ് EDയുടെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകളാണ് ആദ്യം പരിശോധിക്കുന്നത്. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളടക്കം SITയുടെ കേസിൽ പ്രതിചേർക്കപ്പെട്ട 15 പേരാണ് EDയുടെ ECIRലും പ്രതിസ്ഥാനത്തുള്ളത്. പ്രതികളെ ED അറസ്റ്റ് ചെയ്താൽ SIT കേസിൽ ജാമ്യം ലഭിച്ചാലും പ്രതികൾക്ക് പുറത്തിറങ്ങാനാവില്ല. കേസിൽ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് EDക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അമൃത ന്യൂസ്, കൊച്ചി. മരക്കൂട്ടത്ത് ശബരിമല ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തരെ പോലീസ് ലാത്തിചാർജ് നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. ഇരുമുടിക്കെട്ടുമായി എത്തുന്ന അയ്യപ്പ ഭക്തരെ പോലീസ് സേന യാതൊരു പ്രകോപനവുമില്ലാതെ തല്ലിച്ചതയ്ക്കുന്നതായി ക്ഷേത്ര സംരക്ഷണ സമിതി ആരോപിച്ചു. അടിയന്തരമായി നിഷ്പക്ഷ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും തയ്യാറാകണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ GK സുരേഷ് ബാബുവും ജനറൽ സെക്രട്ടറി KS നാരായണനും പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. നടപടിയുണ്ടായില്ലെങ്കിൽ പോലീസ് മേധാവിയുടെ വസതിയിലേക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ലാത്തിചാർജിന്റെ ദൃശ്യങ്ങളും പരാതിയും GK സുരേഷ് ബാബു DGPക്ക് കൈമാറി. വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമായ ജനനായകന്റെ റിലീസ് വൈകും. റിലീസിന് അനുമതി നൽകി മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. കേസ് പൊങ്കൽ അവധിക്ക് ശേഷം 21-ന് പരിഗണിക്കും. വിഷയത്തിൽ നിർമ്മാതാക്കൾ സുപ്രീംകോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പൂർണ്ണമായ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമെന്ന നിലയിൽ വലിയ ആവേശത്തോടെയാണ് ആരാധകർ ജനനായകനായി കാത്തിരിക്കുന്നത്.
എന്നാൽ കോടതി വിധിയിൽ തിരിച്ചടി നേരിട്ടതോടെ ചിത്രം എപ്പോൾ തിയേറ്ററുകളിൽ എത്തുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ആരാധകർ. നേരത്തെ സിനിമ റിലീസ് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. UA സർട്ടിഫിക്കറ്റ് നൽകാനാണ് കോടതി ഉത്തരവിട്ടത്. ജസ്റ്റിസ് PT ആശയാണ് കേസിൽ വിധി പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് വിട്ടത് എന്തിനാണെന്ന് കോടതി മുൻപ് വാദത്തിനിടെ ചോദിച്ചിരുന്നു. കമ്മിറ്റിയിൽ അംഗമായ ഒരാൾ തന്നെ പരാതിക്കാരനാകുന്നത് അനാരോഗ്യമായ പ്രവണതയാണെന്നും കോടതി വിമർശനം ഉന്നയിച്ചു. എന്നാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും CBFC ചെയർമാന് ഇടപെടാം എന്നായിരുന്നു സെൻസർ ബോർഡിന്റെ നിലപാട്. തുടർന്നാണ് സെൻസർ ബോർഡ് ഹർജി സമർപ്പിച്ചത്. തങ്ങളുടെ ഭാഗം കൃത്യമായി കേൾക്കാൻ കോടതി തയ്യാറായില്ല എന്നും സത്യവാങ്മൂലം നൽകാനുള്ള അവസരം ലഭിച്ചില്ല എന്നുമായിരുന്നു സെൻസർ ബോർഡിന്റെ വാദം. അതേസമയം സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ വിധി വന്നില്ല എങ്കിൽ പൊങ്കലിന് അപ്പുറത്തേക്ക് ജനനായകന്റെ റിലീസ് മാറുമെന്ന് ഉറപ്പാണ്. ഇനി 21-ന് ശേഷമാണ് കേസ് പരിഗണിക്കുക. വിജയ് സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയതിനാൽ താരത്തിന്റെ അവസാന സിനിമ എന്ന നിലയിലാണ് ജനനായകൻ ഒരുങ്ങിയത്. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമത തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ബഹിരാകാശ യാത്രികന്റെ ആരോഗ്യം മോശമായതിനെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കാൻ നാസ. ക്രൂ അംഗത്തിന്റെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് നേരത്തെ തീരുമാനിച്ചതിലും 1 മാസം മുൻപ് നാസ യാത്രികരെ തിരികെ എത്തിക്കും. Yesterday, January 7th, a single crew member on board the station experienced a medical situation and is now stable. The Dragon Endeavour spacecraft will depart the International Space Station with Commander Zena Cardman, pilot Mike Fink, Kimya Yui from JAXA, and Oleg Platonov of Roscosmos, and safely return them to Earth. രോഗം ശരിയായി നിർണ്ണയിക്കാനും ചികിത്സിക്കാനുമുള്ള സൗകര്യങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലില്ല. അതിനാൽ രോഗബാധിതനായ ബഹിരാകാശ യാത്രികനെയും 3 ക്രൂ അംഗങ്ങളെയും ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് നാസ തീരുമാനിച്ചിരിക്കുന്നത്. രോഗബാധിതനെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ നാസ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് നടത്താനിരുന്ന നിർണായകമായ ബഹിരാകാശ നടത്തം ഇന്നലെ മാറ്റിവെച്ചിരുന്നു. മൈക്ക് ഫിങ്കെ, സെന കാട്ട്മാൻ എന്നിവർ ചേർന്ന് നടത്താനിരുന്ന US സ്പേസ് വാക്ക് 97 എന്ന ദൗത്യമാണ് തടസ്സപ്പെട്ടത്. മറ്റു സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിലും ക്രൂ അംഗങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഏജൻസി പ്രഥമ പരിഗണന നൽകുന്നതെന്നും യാത്രികന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ബഹിരാകാശ നടത്തത്തിന്റെ പുതിയ തീയതിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നും ഏജൻസി വ്യക്തമാക്കി. 25 വർഷത്തിനിടെ ആദ്യമായാണ് മെഡിക്കൽ അടിയന്തരാവസ്ഥ കാരണം നാസ ഒരു ആസൂത്രിത ദൗത്യം വെട്ടിച്ചുരുക്കാൻ തീരുമാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ശ്രദ്ധേയമായി സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ വചനങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങൾ. പുസ്തകോത്സവത്തിലെ അമൃത ബുക്സിന്റെയും അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെയും 2 പുസ്തകങ്ങൾ കൂടി നിയമസഭാ ഗ്രന്ഥശാലയുടെ ഭാഗമായി. സത്യത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ അറിവിനെ ഉണർത്താനുള്ള ശക്തി ഗുരുവിന്റെ വാക്കുകൾക്കാണുള്ളത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായുള്ള അമൃത ബുക്ക് സ്റ്റോളിലേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മെ സ്വാഗതം ചെയ്യുന്നത് അമ്മയുടെ ഈ വചനമാണ്. പുസ്തകങ്ങൾ എന്നും നല്ല വഴികാട്ടികളാണ്. അക്ഷരോത്സവ വേദിയിൽ അമ്മയുടെ സന്ദേശങ്ങൾ അടങ്ങുന്ന ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. അമ്മയുടെ ശിഷ്യന്മാരും ഭക്തരും എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. ഫസ്റ്റ് ഇയറാണ് KLIBF നമുക്കൊരു സ്റ്റാൾ കിട്ടുന്നത്. അമ്മയുടെ ഉപദേശം ഉൾക്കൊണ്ട് ഹാർമോണിയസ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള അങ്ങനത്തെ മെസ്സേജസ് അമ്മയുടെ ബുക്സാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്കുള്ളത്. അമ്മയുടെ സീനിയർ ഡിസൈപ്പിൾസ് എഴുതിയതാണ് ഒരുവിധം എല്ലാ ബുക്കുകളും. അമ്മയുടെ സീനിയർ ശിഷ്യന്മാർ, സന്യാസിമാരും എഴുതിയ ബുക്സ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയത്. ചരിത്രശേഖരമായ നിയമസഭാ ഗ്രന്ഥശാലയിൽ ഇനി അമൃത ബുക്സിന്റെയും അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെയും 2 പുസ്തകങ്ങൾ കൂടി ഇടം പിടിക്കും. 100 വർഷത്തിന് മുകളിലായിട്ട് ഉള്ള കേരള നിയമസഭാ ലൈബ്രറിയിൽ നമ്മുടെ 2 ബുക്ക് സെലക്ട് ആയിട്ടുണ്ട്. ടീച്ചിങ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് അമൃത ബുക്സിൻ്റെയും സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ 2 ബുക്കും നമുക്ക് സെലക്ട് ആയിട്ടുണ്ട്. അപ്പം അത് അവരുടെ ലൈബ്രറിയിൽ ഇനി മുതൽ പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കും. ആത്മീയതയുടെ അന്തസത്ത മനസ്സിലാക്കാൻ ഉതകുന്നതും മഹാഭാരതം പോലെയുള്ള ബൃഹത് ഗ്രന്ഥങ്ങളെ ലളിതമായ ഭാഷയിൽ വിവരിക്കുന്ന പുസ്തകങ്ങളുമൊക്കെയായി വൈവിധ്യമുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട്.
അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിൽ ഇപ്പോൾ ദീപാരാധനാ സമയമാണ്. അവിടെ നിന്നും തത്സമയം.
സന്നിധാനത്ത് ദീപാരാധന സമയമായിരുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ കോട്ടയം പുതുപ്പള്ളിയിലെ ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. റബ്ബർ കൃഷിയിലും ഉൽപ്പാദനത്തിലും കഴിഞ്ഞ 2 വർഷം ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് എന്നും മറിച്ചുള്ള പ്രചരണങ്ങൾ തെറ്റാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. റബ്ബർ ഉപഭോഗവും റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളും പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റബ്ബർ കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. റബ്ബറിന്റെ വില ഉപഭോഗത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. റബ്ബർ ഇറക്കുമതി നിയന്ത്രിച്ചുകൊണ്ട് വില ഉയർത്തുവാൻ വേണ്ട ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തി. ഇതിനു പുറമെ റബ്ബർ നയം രൂപീകരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കപ്പിലമ്പ് ഇറക്കുമതി നിരോധിക്കുകയും റബ്ബറിന്റെ ആവർത്തന കൃഷി സബ്സിഡി ഉയർത്തുകയും ചെയ്തു. ഇതിനെല്ലാം ഇടയിലും റബ്ബർ കൃഷിയും ഉൽപ്പാദനവും കുറയുന്നതായാണ് പ്രചരണം നടക്കുന്നത്. എന്നാൽ ഇത് തെറ്റാണ്. 2022 8.5 ലക്ഷം ഹെക്ടറിൽ ഉണ്ടായിരുന്ന റബ്ബർ കൃഷി 9.39 ലക്ഷം ഹെക്ടറായി ഉയർന്നു. റബ്ബർ ഉൽപ്പാദനം 8.57 ലക്ഷം ടണ്ണായിരുന്നത് 8.75 ലക്ഷം ടണ്ണായി വർദ്ധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ റബ്ബർ കൾട്ടിവേഷന്റെ ഏരിയ 8.5 ലക്ഷം ഹെക്ടറായിരുന്നത് 9.39 ഹെക്ടറായിട്ട് വർദ്ധിച്ചു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ 8.57 ലക്ഷം ടണ്ണായിരുന്നത് അത് 8.75 ലക്ഷം ടണ്ണായി. 11,000 ടൺ ഈ കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിലുള്ള ധാരണ അതല്ല. മാത്രമല്ല റബ്ബർ എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് കേരളത്തിൽ കൂടുതൽ പ്രോത്സാഹനം ലഭിക്കേണ്ടതുണ്ടെന്നും റബ്ബർ ഉപഭോഗവും റബ്ബറിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വർദ്ധിച്ചു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ അധ്യക്ഷത വഹിച്ചു. റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ M. വസന്തകേശൻ, റബ്ബർ ബോർഡിന്റെയും റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. രജത ജൂബിലി ലോഗോ, സുവനീർ എന്നിവയുടെ പ്രകാശനം, റബ്ബർ ബോർഡും നാഗാലാൻഡ് സർക്കാരും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പിടൽ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. അമൃത ന്യൂസ്, കോട്ടയം.